മോശമായിട്ട് പരിഹസിക്കാൻ പറ്റുമോ അത്രത്തോളം മോശമായിട്ട് പരിഹസിക്കുക. അതും ഈ അക്കൗണ്ടുകളിൽ മാത്രമല്ല, ഈ റീൽസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ടുകൾ മാത്രമല്ല, ഇവർ ഒറിജിനൽ അക്കൗണ്ടിൽ പോലും അവർക്കൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അവിടെ പോയി വരെ ഇത്തരം കമന്റുകൾ ഇടുക. അവർ 100 തവണ ഇതിനെതിരെ എത്ര തവണ പ്രതികരിക്കാൻ പറ്റും? എത്ര അക്കൗണ്ടുകളെ നമുക്ക് പ്രതികരിക്കാൻ പറ്റും? ദിനം പ്രതി അവർക്ക് ഒരു ഫോട്ടോ പോലും, അവർക്ക് സോഷ്യൽ ഒരു അക്കൗണ്ടിൽ ഒരു ഫോട്ടോ പോലും ഇടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഇത്തരം പരിഹാരം. ആക്ച്വലി എന്താണെന്നറിയോ, നമ്മുടെ നാട്ടിൽ നമുക്ക് തടിച്ചാലും ജീവിക്കാൻ പറ്റില്ല, മെലിഞ്ഞാലും ജീവിക്കാൻ പറ്റില്ല, വെളുത്താലും ജീവിക്കാൻ പറ്റില്ല, കറുത്താലും ജീവിക്കാൻ പറ്റില്ല. എങ്ങനെ പോയാലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല മീൻസ് ഇവരെ ഒന്നും പ്ലീസ് ചെയ്തിട്ട് ജീവിക്കാൻ പറ്റില്ല. പിന്നെ ഇവരെ എല്ലാവരും പുച്ഛത്തോടു കൂടി മാറ്റി നിർത്തുക എന്ന് പറയുന്ന ഒരു ടാസ്ക് മാത്രമാണ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ ജാൻമണിയുടെ വളർച്ച എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ബിഗ് ബോസിന് മുൻപേ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് ജാൻമണി എന്ന് പറയുന്നത്. ജാൻമണിയെ കൃത്യമായി ഒരു സോഷ്യൽ ട്രെൻഡ്സ് ഒക്കെ നിരീക്ഷിക്കുന്നവർക്ക് ജാൻമണിയെ കൃത്യമായി അതിന് മുൻപ് തന്നെ അറിയാം. ബിഗ് ബോസിലൂടെയാണ് ജാൻമണി എല്ലാവരിലേക്കും എത്തിയത് എങ്കിലും അതിന് മുൻപ് തന്നെ ജാൻമണിയും ബ്രിട്ടാസുമായിട്ടുള്ള അഭിമുഖമൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങളാണ്.